ഈ കൂട്ടുകെട്ടിന് ഒരു കഥയുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് മനു എന്ന് വിളിക്കുന്ന മനുകൃഷ്ണൻ. ബിടെക്കൊക്കെ കഴിഞ്ഞ് ജോലി തിരഞ്ഞ് നടക്കുക. ഇവനൊരു ഗുണമുണ്ട്, കയ്യിലൊരു 5 പൈസ ഇല്ലെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. ഇവനാണ് റോഷി. ഈ കൂട്ടത്തിൽ കാര്യപ്രാപ്തിയുള്ളവെന്ന് വേണേ പറയാം. പക്ഷേ ഇവനൊരു കുഴപ്പമുണ്ട്, പിശുക്കന. ഇത് തിവാരി. ഇവൻ്റെ രൂപവും ഭാവമൊക്കെ കണ്ട സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവൻ പണിക്ക് പോകില്ല എന്ന് മാത്രമല്ല, പണിക്ക് പോകുന്നവരെ ഒട്ടും പണിക്ക് പോകാൻ ഇവ സമ്മതിക്കുകയില്ല. പക്ഷെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്ന് വെച്ചാൽ ആദ്യം ഇവൻ മുന്നിലുണ്ടാവും. ഇവൻ കുട്ടൻ അത്യാവശ്യം കാശും കാര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാ. ഇവനിപ്പോ ദുബായിലേക്ക് പോകാൻ നിൽക്കുക. ഈച്ചയും അതും പോലെ ഇവൻ എപ്പോ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. കൂട്ടത്തിൽ നല്ലവെന്ന് വേണേ പറയാം. പക്ഷെ ചങ്ങായിമാരോടൊപ്പം എന്ത് തമ്മാടി തരത്തിനും ഇവനുണ്ടാവും. എന്നാ ശരിടാ, ഞാൻ വിളിക്കാം. ഇവനാണ് ശിവ. രാവിലെ തന്നെ അടുത്ത് തന്നെ ഉണ്ടല്ലേ, പിന്നല്ലാണ്ട് അങ്ങോട്ട് പോകാനാടാ. നീ ഇരി. രാവിലെ തന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല തിവാരി. മനു സിഗരറ്റോട്ടെ. എന്തോർക്കാടാ 11 മണി വരെ കിടന്നുറങ്ങുന്നത്? എഴുന്നേറ്റടേ പൊട്ടൻ. സൺഡേ ആടാ. പണിക്ക് പോകാത്തോണ്ട് ദിവസം ഓർമ്മയില്ലടേ. ഓ, നീയൊക്കെ സ്ഥിരം ജോലിക്ക് പോകുന്നുണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലോ. പ്രേമത്തിന് പോയാലോ നമുക്ക്? ഓ, ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. എല്ലാരും പ്രേമ സിനിമ കണ്ടതാ, ഇനി ഏതാ? എടാ മാഹി പോലെ നമുക്ക്. എന്നാ ഞാൻ 100 ഇട്ട്. എന്നാ ഇത് എൻ്റെ 100. നിങ്ങളെല്ലാം പൈസ എടുക്ക്. എന്നാ പിടി, എൻ്റെ ഷെയർ ഇതാ. 100 50 ഉള്ളൂ. ഡെയിലി പണിക്കോന്ന് 50 ഉറുപ്പ്യ എന്ത് നേടാ? അമ്പരപ്പാണടാ മച്ചാനെ. നിന്റെ ഫോണും ആൻഡ്രോയിഡ്, എൻ്റെ ഫോണും ആൻഡ്രോയിഡ്. നീ ഉച്ചക്ക് ചോറ് തിന്ന്, ഞാനും ഉച്ചക്ക് ചോറ് തിന്ന്. നീ രാവിലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിക്കുന്നു, ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്നാ വ്യത്യാസം? മച്ചാനെ, അതങ്ങനല്ല. പണിക്ക് പോകാണ്ട് കിട്ടുന്ന സുഖം എത്ര പണിക്ക് പോയാലും കിട്ടൂല. മാഹി പോടാ. എന്നാ വാ, പോവാ. മനോട് പെടാ. അവന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ. എന്താന്നറിയില്ല, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. എന്നാ വിളിച്ചോക്ക്. മനു വരുന്നു. എടാ എന്താടാ പ്രോബ്ലം? എന്തുണ്ടെങ്കിലും പറടാ, ഞങ്ങളുണ്ടല്ലോ. എടാ ഒരു 20,000 രൂപയുടെ ആവശ്യമുണ്ട്. ഓ, അത്രയേ ഉള്ളൂ. നമുക്ക് എടുത്തങ്ങ് ഉണ്ടാക്കാം. സിമ്പിൾ കാര്യം. പണിക്ക് പോകാത്തോണ്ട് ആരും പൈസ ഒന്നും തരുന്നില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 2,000 രൂപ ഉണ്ടാവും. എൻ്റെ അടുത്ത് എത്ര ഉണ്ടാവും? എൻ്റെ കയ്യിലൊരു 3000 ഉണ്ട്. എടാ മനു, തൽക്കാലം ഇതാ പിടിക്ക്. ബാക്കി നമുക്ക് എവിടെ നിന്ന് നോക്കിയിട്ട് പിള്ളേരോടും ജോലി നോക്കാം. പക്ഷെ ആരും കിട്ടുന്നില്ലടാ. എന്താടാ പ്രശ്നം? ക്യാഷാണോ വേണ്ടത്? അച്ഛൻ ഹോസ്പിറ്റലിലാണ്. എടാ ഒരു 15,000 രൂപയും കൂടി വേണടാ. എല്ലാവരോടും ചോദിച്ചു, ആരും തന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് ആകെ 5000 രൂപയാണ്.
കൂട്ടാ, ഇനി അച്ഛന് ഈ പൈസയുടെ ആവശ്യമില്ലടാ. എടാ മനു എന്താടാ? എടാ അച്ഛന് എന്താടാ? ക്യാഷ് ഇവർ കൊടുത്തടാ. താങ്ക്സ് എടാ മച്ചാനെ, താങ്ക്സ്. എന്തെല്ലാടാ? പിന്നെന്തെല്ലാന്ന്? ആ തീവാരി അല്ല ഇതാരെ വരുന്ന നോക്കിയേ. എന്തൊക്കെയാ? കുട്ടൻ ഗൾഫിൽ പോയപ്പോ ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. ശരിയാടാ, ഇന്ന് പണി നേരത്തെ കഴിഞ്ഞോണ്ട് ഞാൻ നേരത്തെ എത്തി. പണിയൊക്കെ എങ്ങനെ പോകുന്നു? കുട്ടൻ വിളിച്ചിനോ? എടാ ഇതാരാ വരുന്നത് നോക്കി. വിളിച്ചിന്. എന്തെല്ലാടാ? എന്തെല്ലാടാ മനു? പിന്നെ ഡാ, എനിക്ക് ജോലി കിട്ടി ബോംബെക്ക്. അടുത്ത ആഴ്ച ഞാൻ ബോംബെയിലേക്ക് പോകണം കേട്ടോ. ആ നന്നായി വാടാ. ഓക്കേടാ, താങ്ക്സ്. ഇനിയെങ്കിലും നന്നാവടാ. ബോംബെ പോയിട്ട് പഴയ പോലെ ഒന്നും നടന്നാ ശരിയാവില്ലടാ. എങ്ങനെയും കുറച്ച് പൈസ ഹായ്. ആ എന്തെല്ലാടോ? എന്ത് പണിക്കൊന്നും പോക്കില്ലടേ. എന്ത് പണിക്ക് പോകാനാ? ഇത് നിങ്ങൾക്ക് ഇഷ്ടായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ജനറേഷൻ എത്ര മാറിയാലും ജോലിക്ക് പോകാത്തവന്മാരും പൊയ്പ്പന്മാരും എന്നും ഇവിടെ തന്നെ ഉണ്ടാവും.